ആരെയും കൊല്ലാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഓരോ കൊലപാതകത്തിനും എനിക്ക് 50 ലക്ഷം രൂപ വെച്ച് വേണം. അതിൽ വിലപേശൽ വേണ്ട. ഓക്കെ? നന്നായിട്ട് ഒഴുകി. എന്നെ ഭയമില്ലെങ്കിലും ഞാൻ ചോദിച്ചത് തന്നില്ലെങ്കിലും ഇതാണ് സംഭവിക്കുക. അതുമാത്രമല്ല, ഞാൻ നിങ്ങളെ 3 പേരെയും പെട്ടെന്നൊന്നും കൊല്ലില്ല. നല്ലതുപോലെ ടോർച്ചർ ചെയ്തിട്ടേ ഞാൻ നിങ്ങളെ കൊല്ലൂ. ബസരി സാർ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഇവരെന്തായാലും കൊല്ലാൻ തീരുമാനിച്ചതല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ബുഷിൻ, ഇവരുടെയൊക്കെ മരണം എത്ര ഭീകരമായിരുന്നുവെന്ന് പുറത്തുള്ള ജനങ്ങൾ അറിഞ്ഞതിന് ശേഷം പിന്നെ മറ്റൊരാളും ഇവരെ പോലെ എതിർത്ത് നിൽക്കണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യില്ല. സാറേ, 3 പേര് മരിച്ചു. കുൽദീപ്, നമ്മൾ മുൻപ് കൊന്നവരുടെ ഡെഡ് ബോഡികൾ കൊണ്ടുവന്ന് ഇവർക്കൊപ്പം ഇട്ടേക്ക്. യെസ് സർ. അറിയപ്പെടുന്ന പോലീസ് ഓഫീസർ നാരായൺ പസാരിയുടെ മേലെ വ്യാജ എൻകൗണ്ടർ കേസ്. പസാരി ചില ക്രിമിനൽസിനെ എൻകൗണ്ടർ ചെയ്യുന്നതിന് മുന്നേ അവരെ ക്രൂരമായി ഹിംസിച്ച് ടോർച്ചർ ചെയ്ത് കൊന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ മേലെ കേസ്. അവരെ കൊന്നത് ഒരു അണ്ടർവേൾഡ് ഗ്യാങ് ആണ്. ഞാനും എന്റെ ടീം എത്തിയത് അവസാനമാണ്. ഗ്യാങ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തു. പക്ഷെ സാർ, ആ ഗ്യാങ് എന്തിനാണ് ഇത്രമാത്രം അവരെ ടോർച്ചർ ചെയ്തത്? കാരണം ഇനിയും ഇതുപോലെയുള്ളവര് ഒരു ചെറുവിരൽ പോലും അനക്കാനോ ചിന്തിക്കാനോ ഭയപ്പെടണം. പസാരി സാർ, നിങ്ങളുടെ മേൽ ഇത്രയും വലിയൊരു കുറ്റം ചുമത്താൻ കാരണം എന്താണ്? നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ ചെയ്തതൊക്കെ ഒരു സിസ്റ്റത്തിന് വേണ്ടിയാണ്. സത്യം എന്റെ ഭാഗത്താണ്. പസാരിയുടെ ഭാഗത്ത് സത്യമുണ്ടോ ഇല്ലയോ, അതേ സിസ്റ്റം ഹൈക്കോടതി മുഖേന നാരായണ പസാരിക്കെതിരെ അന്വേഷണത്തിനായി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ടീമിന്റെ ചീഫായി കൊച്ചിയിലെ IPS ഓഫീസർ ശിവാജി റാവുവിനെ നിയമിച്ചിട്ടുണ്ട്. നീ ചെയ്ത മിസ്റ്റേക്ക് എന്റെ കണ്ണിൽ നോക്കാതിരുന്നതാണ്. കണ്ണിൽ നോക്കിയാലേ നെക്സ്റ്റ് മൂവ് എന്താണെന്നറിയൂ. കമോൺ, ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഞാൻ നിന്നോട് പറഞ്ഞത് എന്റെ കണ്ണിലേക്ക് നോക്കാനാ, മുഖത്തേക്കല്ല. ഫൈറ്റ് എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം. 2020 എല്ലാരും ഗണ്ണും കൊണ്ട് നടക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഈ ഫൈറ്റ് എന്തിനാണെന്ന് എല്ലാരും ചോദിച്ചേക്കാം. പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുമ്പോ എന്തു വന്നാലും നേരിടാൻ തയ്യാറായിരിക്കണം. സർ, SIT എന്ന് വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും ഒരു ഓഫീസറെ ചോദ്യം ചെയ്യണമെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിലുള്ള ഓഫീസർക്കായിരിക്കും അതിന്റെ ചാർജ് കൊടുക്കുക. അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാ അത്. അല്ല, ആരാ ഓഫീസർ? പസാരിന്ന്. ഈ പസാരിക്ക് പോലീസിൽ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട്, ഞാൻ ഉൾപ്പെടെ. ചില വർഷങ്ങൾക്ക് മുൻപ് മുംബൈ മാഫിയ ഇല്ലാതാക്കിയത് അദ്ദേഹമല്ലേ? ഓഫ് കോഴ്സ്. പസാരിയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ അച്ഛാ? പിന്നെന്തിനാ പെട്ടെന്ന് ഈ എൻക്വയറി ഒക്കെ? ജസ്റ്റ് എൻക്വയറി. മഹാത്മാഗാന്ധിയെ പോലും പഴിചാരുന്നുണ്ടല്ലോ അച്ഛാ. ശരി, ഇന്ന് ഈ കാരണം കൊണ്ടെങ്കിലും
ഷാലുവിനോടൊപ്പം കുറച്ചു ദിവസം നിൽക്കാൻ നിനക്കൊരു ചാൻസ് കിട്ടിയല്ലോ. ഷാലു, നിന്റെ അച്ഛന്റെ ഫോണ്. ഹായ് ഷാലു. ഹായ് ഡാഡി, എങ്ങനെയുണ്ട്? ഐ ആം ഫൈൻ മോളോ. ഞാൻ മുംബൈയിലേക്ക് വരുന്നുണ്ട്. എന്നെ കാണാൻ വേണ്ടിയാണോ? അതെ, ഒരു കാര്യമുണ്ട്. അവിടെ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് ജോബാ അത്? വെൽക്കം ടു മുംബൈ. ഹേയ് പ്രസാദ്. ഹായ് ബോസ്. പണ്ടത്തെക്കാളും നിങ്ങൾ ഇപ്പോഴാണ് ഫിറ്റ് ആയത്. ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, ഹീസ് ജോൺ. ഹേയ് ജോൺ. ഗ്രേറ്റ് ടു മീറ്റ് യു സർ. നിങ്ങളെപ്പറ്റി പ്രസാദ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്തേലും നല്ലത് പറഞ്ഞു. എനിക്ക് കള്ളം പറഞ്ഞ ശീലം ഇല്ല ബോസ്. വരൂ ബോസ്. ഹേയ് ജോൺ, വേർ ആർ യു ഫ്രം? ഡൽഹി സർ. ഓ നൈസ്. പ്രസാദ്, മുംബൈയിൽ ജോലിക്ക് എങ്ങനെയുണ്ട്? ഫൈൻ ബോസ്. ശിവാജി റാവു. അവൻ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് മുംബൈയിൽ നിന്ന് നമ്മളെ ഓടിക്കാൻ പോവാണ്. പിന്നെ ബുഷിൻ, ആ കലീമിൻ്റെ കാലുകൾ ഒടിച്ച് അവനോട് ചെന്ന് പറയണം ഇനിയൊരു താക്കീത് ഉണ്ടാവില്ല എന്ന്. അടുത്ത പ്രാവശ്യം മരണമായിരിക്കും അവൻ്റെ മുൻപിലുണ്ടാവുക. ബോസ്, മുംബൈയിൽ അണ്ടർവേൾഡിന്റെ പ്രശ്നമൊന്നും അധികം ഇല്ല ഇപ്പോൾ. വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പസാരിനെ പോലെ ഏതോ വല്ലപ്പോഴും എന്തെങ്കിലും സംഭവം നടക്കാറുള്ളൂ. ഹേയ്, ഇതുപോലുള്ള ക്രൈംസ് ഇപ്പോൾ എല്ലാ സിറ്റിയിലും നടക്കുന്നുണ്ടല്ലോ പ്രസാദ്. മുംബൈ മാത്രം നമ്മളെന്തിനാ ബ്ലെയിം ചെയ്യുന്നത്? സർ, സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മുംബൈ പോലത്തെ ഒരു പീസ്ഫുൾ സിറ്റി ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ല സർ. ആ ഹലോ ഷാലു. എത്തി മോളെ, ഇപ്പം എത്തിയുള്ളൂ. പ്രസാദ് അങ്കിൾ എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്ന് അങ്ങളോട് സംസാരിക്കേ. ഹേ ഷാലു, ഹലോ അങ്കിൾ. നീ ഇത്രയും ദിവസം മുംബൈയിലായിരുന്നുള്ള കാര്യം നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ശരി, പോട്ടെ. ഇനി ഈ കേസിന്റെ പേരും പറഞ്ഞ് നമുക്ക് കാണാമല്ലോ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പസാരിയെ കൊടുക്കാൻ വേണ്ടി ഏതോ ഒരു ഗാങ് വേൾഡ് ഇതിൻ്റെയൊക്കെ പുറകിലുണ്ട്. പസാരിയെ പോലൊരു ഗ്രേറ്റ് ഓഫീസറായി എൻക്വയറി ചെയ്യുന്നത് വിഷമമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഡ്യൂട്ടിയിലുള്ള ബ്യൂട്ടി അല്ലേ ബോസ് അത്. എവിടെ എങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല സർ. നിനക്ക് മനസ്സിലായാ പിന്നെ നീ ബോസ് ആവില്ലേ? ഇത് മനസ്സിലായി. ഡാഡി. മിസ്റ്റർ ടു. അല്ല, സ്നേഹപ്രകടനമൊക്കെ അച്ഛനടുത്ത് മാത്രമേ ഉള്ളൂ, എന്റെ അടുത്തില്ലേ? ആ, പ്രസാദ് അങ്കിളെ, പുതിയ വല്ല ജോക്കുണ്ടെങ്കിൽ അത് പറ. നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ തന്നെ ഒരു ജോക്കറായിരിക്കുക. ജോൺ, എൻ്റെ മോളാ ഷാലു. ഡാൻസ് ഉൾക്ക് ജീവനാ. 2 വർഷം ഇവിടെ മുംബൈയിൽ തന്നെ ഒരു ഡാൻസ് സ്കൂളിൽ താമസിച്ച് ഡാൻസ് പഠിക്കുന്നുണ്ട്. വാവ്. ഡാഡി, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഏഷ്യാറ്റിക് ബാലറ്റ് കോമ്പറ്റീഷന് റഷ്യയിലേക്ക് അയക്കുന്നുണ്ട്. അച്ഛൻ എന്തിനാ മുംബൈയിലേക്ക് വന്നേ? അല്പം കോംപ്ലിക്കേറ്റഡ്. എനിക്കറിയാം, നാരായണൻ പസാരിക്ക് വേണ്ടിയല്ലേ. മീഡിയ കാണിച്ച പണിയാ. ഡാഡി അയാളെ ബാഡെന്നാണോ കരുതുന്നേ? ഞാനെന്ത് വിചാരിക്കുന്നു നല്ല കാര്യം. സത്യം തെളിയിക്കലാണ് എൻ്റെ ജോലി. പിന്നെ മുത്തശ്ശൻ നിനക്കൊരു ഗിഫ്റ്റ് തന്നയച്ചിട്ടുണ്ട്.